വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധ പിതാവ് ഈ കൊല്ലത്തെ പന്തക്കുസ്ത തിരുനാളിൻ്റെ വൈകുന്നേരം പ്രാർത്ഥനയിൽ, ജാഗരണ പ്രാർത്ഥനയിൽ നടത്തിയ സന്ദേശമാണ് പറഞ്ഞത്. ആത്മാവിനോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ പിതാവ് പന്തക്കുസ്ത തിരുനാളിൽ കുർബാന മധ്യേ വിശുദ്ധ ഗ്രന്ഥ വായനകൾക്ക് ശേഷം നടത്തിയ പ്രസംഗം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, ജൂൺ 8 ഞായറാഴ്ച ആയിരുന്നു അത് പന്തക്കുസ്ത തിരുനാൾ. അവിടെ പ്രധാനമായി പരിശുദ്ധ പിതാവ് പറഞ്ഞു വെച്ച ആശയം ആത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ തടസ്സങ്ങളെയെല്ലാം തകർക്കുന്നു എന്ന ആശയമാണ്. ഇന്നും അത് വളരെ പ്രസക്തമാണ്. ആത്മാവിലാണ് വിശ്വാസികൾ ജീവിക്കേണ്ടത് എന്ന ആ വലിയ സത്യത്തിലേക്ക് തിരിച്ചു വരണം. കരിസ്മാറ്റിക് നവീകരണം, ആത്മാവിലുള്ള ഒരു നവീകരണമായിരുന്നു. ഒത്തിരി നന്മകൾ ഇവിടെ ഉണ്ടാക്കാൻ, നമ്മുടെ നാട്ടിലും ലോകത്തും ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇടയായി എന്ന കാര്യം നമ്മൾ ഓർക്കുന്നു. നമുക്കറിയാമല്ലോ, ഡിവൈൻ ധ്യാന കേന്ദ്രമൊക്കെ അതിന് വഹിച്ച പങ്ക് അതുല്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം നമ്മൾ അത് ഓർക്കണം. ആത്മാവിൽ ചരിക്കുന്നവരാകാൻ, യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കണം. അതുകൊണ്ട് ഈ പ്രസംഗം എടുത്ത് കാട്ടുകയാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ എന്നാണ് മാർപ്പാപ്പ എപ്പോഴും അഭിസംബോധന ചെയ്യുന്നത്. മാർപ്പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണത്താൽ മഹുദ്ധീകൃതനായ കർത്താവായ ഈശോ മിശിഹ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയച്ച ആ ദിവസം ഉദയം ചെയ്തു. ഉത്ഥാനത്തിന് ശേഷം 10ാം നാളാണ് പന്തക്കുസ്ത തിരുനാൾ. ഇത് വിശുദ്ധ ആഗസ്തീനോസിൻ്റെ പ്രസംഗത്തിൽ നിന്ന് എടുത്ത വചനമാണ് പറഞ്ഞത്. സ്വർഗാരോഹണത്താൽ മഹുദ്ധീകൃതനായ കർത്താവായ ഈശോ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയച്ച ദിവസമാണ് സമാഗതമായിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മാളിക മുറിയിൽ സംഭവിച്ചത് അന്ന് അവിടെയാണ് സംഭവിച്ചത്, ഇന്നും നമുക്കിടയിൽ സംഭവിക്കുന്നു എന്ന് ലയോ പാപ്പ നമ്മോട് പറയുകയാണ്. നമ്മെ കവിഞ്ഞു നിൽക്കുന്ന ഒരു കൊടുങ്കാറ്റ് പോലെ, നമ്മെ ഞെട്ടിക്കുന്ന ഒരു ഇടിമിന്നൽ പോലെ, നമ്മെ പ്രകാശിപ്പിക്കുന്ന അഗ്നി പോലെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമ്മുടെ മേൽ ഇറങ്ങി വരുന്നു. ഇതെല്ലാം ആത്മാവിൻ്റെ വരവിൻ്റെ ചില ലക്ഷണങ്ങളാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടത്. ആദ്യ വായനയിൽ ഈ പറഞ്ഞെടുത്ത് കേട്ടതുപോലെ ആത്മാവ് അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ അസാധാരണമായ ഒരു കാര്യമാണ് ചെയ്തത്. ഈശോയുടെ മരണശേഷം അവർ ഭയത്തിലും ദുഃഖത്തിലും അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിലേക്ക് ഉൾവലിഞ്ഞവരാണ്. സംഭവിച്ച കാര്യങ്ങളെ വ്യാഖ്യാനിക്കാനും ഉത്ഥിതനായ കർത്താവിൻ്റെ സാന്നിധ്യം അടുത്തറിയാനും സഹായിക്കുന്ന ഒരു ഉൾക്കാഴ്ചയാൽ ഇപ്പോൾ അവർക്ക് പുതിയ രീതിയിൽ കാര്യങ്ങൾ കാണാനുള്ള വഴിയാണ് തുറന്നു കിട്ടിയത് പരിശുദ്ധാത്മാവിൻ്റെ വരവിലൂടെ. പരിശുദ്ധാത്മാവ് അവരുടെ ഭയത്തെ കീഴടക്കുകയും അവരുടെ മനസ്സിൻ്റെ ചങ്ങല പൊട്ടിക്കുകയും മുറിവുകളെ സുഖപ്പെടുത്തുകയും അവരെ ശക്തിയാൽ അഭിഷേകം ചെയ്യുകയും സകലരിലേക്കും പോകാനും ദൈവത്തിൻ്റെ അതിശയ പ്രവൃത്തികളെ പ്രഘോഷിക്കാനും അവർക്ക് ധൈര്യം നൽകുകയും ചെയ്തു. ഒട്ടനവധി കാര്യങ്ങളാണ് നടന്നത് അന്ന്. അസാധാരണമായ കാര്യങ്ങളാണ് അവിടെ നടന്നത്. ആത്മാവിൻ്റെ ആ പ്രവർത്തനങ്ങൾ ഇന്നും നടക്കുന്നവ തന്നെയാണ്. നമ്മൾ ആത്മാവിനെ അതുകൊണ്ട് സ്വീകരിക്കാനുള്ളൊരു തുറവോടെ നിൽക്കണമെന്നേ ഉള്ളൂ. അപ്പസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന നമ്മോട് പറയുന്നത് അക്കാലത്ത് ജെറുസലേമിൽ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു.
എന്നിരുന്നാലും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷയിൽ അവർ സംസാരിക്കുന്നത് അവർ കേട്ടു. അതാണ് നമ്മൾ കണ്ടതാണിപ്പോൾ ഞാൻ പറഞ്ഞ 2-ാം അധ്യായം 6-ാം വചനമാണത്. ചുരുക്കി പറഞ്ഞാൽ, വളരെ വിശദീകരിച്ച് അതിലേക്ക് പോകുന്നില്ല, പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് അതിരുകൾ തുറന്നതിനാലാണ് മാളിക മുറിയുടെ വാതിലുകൾ തുറക്കപ്പെട്ടത്. എല്ലാ അതിരുകളും തുറക്കുകയുണ്ടായി പരിശുദ്ധാത്മാവ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇതിന് നൽകുന്ന ഒരു വിശദീകരണം ലയോ പാപ്പ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. നമുക്കത് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം നൽകുന്നവനാണ്. മനസ്സിനെയും ഹൃദയത്തെയും വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കുന്ന ബാബേലിൽ ആരംഭിച്ച കലക്കത്തെ പരിശുദ്ധാത്മാവ് മറികടക്കുന്നു. അതാണ് ഒന്ന് ചെയ്യുന്നത്. ആത്മാവ് അതിരുകൾ ഭേദിക്കുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പുതുക്കപ്പെടണം. ജനങ്ങൾക്കിടയിലുള്ള അതിരുകൾ അവൾ തകർക്കുകയും ഗോത്രങ്ങൾക്കും വംശങ്ങൾക്കുമിടയിലുള്ള തടസ്സങ്ങൾ നീക്കുകയും വേണം എന്നാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞത്. അവളിൽ അവഗണിക്കപ്പെട്ടവരോ അവജ്ഞയോടെ വീക്ഷിക്കപ്പെടുന്നവരോ ഉണ്ടാകരുത്. സഭയിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഭയങ്കരമായ തെറ്റാണ്. സഭ എന്ന് പറയുന്നത് സ്വതന്ത്രരായ സ്ത്രീ പുരുഷന്മാരാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ് എല്ലാവരും. അതാണ് സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് 2005 മെയ് 15 ബെനഡിക്റ്റ് മാർപ്പാപ്പ നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ്. ഇവിടെ നമുക്ക് പന്തക്കുസ്തായുടെ വാചാലമായ ഒരു ചിത്രം ലഭിക്കുന്നു എന്ന് ലയോ പാപ്പ പറയുകയാണ്. അതിലൊന്ന് നിങ്ങളുമായി വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും പാപ്പ പറയുകയാണ്. ഒന്നാമതായി, ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളുടെ അതിരുകളെ തുറക്കുന്നു. അതാണ് ആത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനം. നമ്മുടെ ജീവിതത്തെ സ്നേഹത്തിലേക്ക് തുറക്കുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഹൃദയകാഠിന്യം, മനസ്സിൻ്റെ സങ്കുചിതത്വം, സ്വാർത്ഥത, നമ്മെ ബന്ധിച്ചിരിക്കുന്ന ഭയം, നമ്മെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അഹംഭാവം എന്നിവയെല്ലാം അവൻ്റെ സാന്നിധ്യം കൊണ്ട് തകർക്കപ്പെടുന്നു. ഇതെല്ലാം ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല, വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. വ്യക്തിഗതവാദത്തിൻ്റെ ചുഴിയിൽ കുടുങ്ങി ജീവിതം ചുരുങ്ങിപ്പോകാനുള്ള സാധ്യതയെ നേരിടാൻ പരിശുദ്ധാത്മാവാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. ദുഃഖകരവും വിചിത്രവുമെന്ന് പറയട്ടെ, വളർന്നു വരുന്ന സാമൂഹിക മാധ്യമങ്ങളുടെ ലോകത്ത് നമ്മൾ കൂടുതൽ ഒറ്റപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. മാർപ്പാപ്പ നിരീക്ഷിക്കുന്ന ഒരു വലിയ കാര്യമാണിത്. നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നു, എന്നിട്ടും അണിചേരാൻ കഴിയുന്നില്ല. എപ്പോഴും ആൾക്കൂട്ടത്തിന് നടുവിലാണ്, എന്നിട്ടും ആശയക്കുഴപ്പത്തിലായ ഏകാന്തപതികരായി നാം തുടരുന്ന ഒരവസ്ഥയാണ് ഇന്ന് പൊതുവിലുള്ളത് എന്ന് മാർപ്പാപ്പ നിരീക്ഷിക്കുന്നു. ജീവിതത്തെ സമീപിക്കുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള ഒരു പുതിയ മാർഗം കണ്ടെത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ആത്മാവിൽ നയിക്കപ്പെടുന്നവരാകണം നാം ധരിക്കുന്ന മുഖം മൂടികൾ അവയ്ക്കപ്പുറം നമ്മുടെ ആന്തരിക വ്യക്തിത്വവുമായി അവൻ നമ്മെ ബന്ധപ്പെടുത്തുകയും കർത്താവിൻ്റെ ദാനമായ സന്തോഷം അനുഭവിക്കാൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ട് അവിടുന്നുമായുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് അത് ചെയ്യുന്നത്. നമ്മുടെ ആന്തരിക വ്യക്തിത്വവുമായി കൂടുതൽ അടുത്ത് ഇടപഴകാൻ പഠിക്കാൻ അത് നമ്മളെ സഹായിക്കുന്നു. സന്തോഷം അനുഭവിക്കാൻ നമുക്ക് ഇടയാകുന്നു. അത് കർത്താവിൻ്റെ ദാനമാണ്. നമുക്കറിയാവില്ല, ഞാൻ തരുന്നു സന്തോഷം എന്ന് അവിടുന്ന് പറയുന്നുണ്ട് ഒടുവിലത്തെ അത്താഴ സമയത്ത്. വചനങ്ങളിലൂടെ അവൻ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് മാത്രമേ
അവൻ്റെ വചനത്തോടെ വിശ്വസ്തത പുലർത്താനും നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്താനും കഴിയുകയുള്ളൂ. വചനത്തോട് വിശ്വസ്തത പുലർത്തണമെങ്കിൽ നമുക്കറിയാം പരിശുദ്ധാത്മാവ് വേണം. അതും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തെ സ്വാഗതത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ഇടങ്ങളാക്കി മാറ്റാൻ ആത്മാവ് നമ്മുടെ ആന്തരിക അതിരുകളെ തുറക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം നമ്മുടെ ആന്തരികതയിലേക്ക് കടന്ന് നമ്മളെ തുറക്കാൻ അനുവദിക്കുന്നു എന്നതാണ്. മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവ് അതിരുകൾ തുറക്കുന്നു. അപ്പം നമ്മളിലേക്ക് തുറക്കാൻ മറ്റുള്ളവരുടെ ബന്ധത്തിലും തുറക്കുന്നു. ഈശോയും പിതാവും തമ്മിലുള്ള സ്നേഹമാണ് ഈ ദാനമെന്ന് ഈശോ നമ്മോട് പറയുന്നുണ്ട്. ഈശോയും പിതാവും തമ്മിലുള്ള ആ ബന്ധം, ആ സ്നേഹം ആണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സഹോദരീ സഹോദരന്മാർക്കായി നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാനും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ആത്മാവിലെ സ്നേഹം പുഷ്പിക്കുകയുള്ളൂ. നമ്മുടെ കാർക്കശ്യത്തെ മറികടക്കാനും മറ്റുള്ളവരോടുള്ള ഭയത്തെ അതിജീവിക്കാനും നമ്മുടെ ഉള്ളിൽ ഉണരുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാനും നമുക്ക് കഴിവുണ്ടാകുന്നതും പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് നോക്കിക്കുക, ഒരു ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ നടത്തണമെങ്കിൽ ആത്മാവിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ ബന്ധങ്ങളെ വികലമാക്കുന്ന സംശയരോഗം ഇന്ന് വളരെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. മുൻവിധി, മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ആഗ്രഹം, അവരെ സ്വാധീനിക്കുക, അവരുടെ മേൽ ആധിപത്യം പുലർത്തുക, അതാണ് അതിൻ്റെ അർത്ഥം. തുടങ്ങിയ ആഴമേറിയതും മറഞ്ഞിരിക്കുന്നതുമായ അപകടങ്ങളെയും ആത്മാവ് രൂപാന്തരപ്പെടുത്തുന്നു. എല്ലാം കാര്യങ്ങളാണ് ആത്മാവ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഓർക്കണം. മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അനാരോഗ്യകരമായ ആഗ്രഹത്താലും പലപ്പോഴും അക്രമത്തിലേക്ക് നയിക്കപ്പെടുന്ന മനോഭാവത്താലും മുദ്ര ചെയ്യപ്പെട്ട ഇതുപോലുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന നിരവധിയായ സ്ത്രീഹത്യയെക്കുറിച്ച് വളരെ വേദനയോടെ ഞാൻ ചിന്തിക്കുന്നു എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന കാര്യം, അവരെ വസ്തുവാക്കി തരം താഴ്ത്തുന്നത്, വെറും ഒരു ഉപഭോഗ വസ്തുവാക്കി മാറ്റുന്നത്, ഇതെല്ലാം ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയാണ്. ആത്മാവില്ലാത്ത ഒരു അവസ്ഥയാണ് അത് പ്രകടമാക്കുന്നത്. ആത്മാവാണ് ഇതിന് പരിഹാരം ഉള്ളത്. ആത്മാവിലുള്ള ജീവിതമാണ്. ഒരു കാര്യം പറഞ്ഞു, മറുവശത്ത് നല്ലതും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന നമ്മുടെ ഉള്ളിലെ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത തുടങ്ങിയ ഫലങ്ങളെ പരിശുദ്ധാത്മാവ് പക്വതയിലേക്ക് കൊണ്ടുവരുന്നു. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ കൂടുതൽ പഠന വിഷയമാക്കണം, ജീവിക്കാൻ ഇടയാക്കണം. ഈ വിധത്തിൽ ആത്മാവ് നമ്മുടെ ബന്ധങ്ങളുടെ അതിരുകളെ വിശാലമാക്കുകയും സാഹോദര്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ബന്ധങ്ങളുടെ അതിരുകളെ ബന്ധങ്ങൾ വിശാലമാക്കുന്നു. ഇന്നെല്ലാം ഇടുങ്ങിപ്പോയിരിക്കുന്ന ഒരവസ്ഥയിലാണിത്. ആത്മാവിനെ നമ്മൾ കൂട്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ സാഹോദര്യം തരുന്ന സന്തോഷങ്ങൾ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. നമ്മളുടെ ജീവിതം എവിടെയാണ് നിൽക്കുന്നത്? മുകളിൽ അതിൻ്റെ നെഗറ്റീവ് വശം പറഞ്ഞു, മാർപ്പാപ്പ പോസിറ്റീവ് വശങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഇവിടെ സഭയെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു നിർണായക അളവുകോലാണ് എന്ന് പാപ്പ പറയുകയാണ്. നമുക്കിടയിൽ അതിരുകളോ വിഭജനങ്ങളോ ഇല്ലെങ്കിൽ സഭയിൽ പരസ്പരം സംവാദം നടത്താനും അംഗീകരിക്കാനും വൈവിധ്യങ്ങളെ അനുനയിപ്പിക്കാനും നമുക്ക് കഴിയുമെങ്കിൽ സഭയെന്ന നിലയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായി നാം മാറുകയാണെങ്കിൽ നാം യഥാർത്ഥത്തിൽ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ സഭയും പന്തക്കുസ്ത ശിഷ്യന്മാരുമായി തീരും എന്ന് മാർപ്പാപ്പ ഉറപ്പിച്ച് ശക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി മാർപ്പാപ്പ പറയുകയാണ്, പരിശുദ്ധാത്മാവ് ജനങ്ങൾക്കിടയിലുള്ള അതിരുകളെയും തുറക്കുന്നു. മെയിൻ വിഷയം അതാണ്, ആത്മാവ് എല്ലാ അതിരുകളെയും തുറക്കുന്നു. തന്നിലേക്ക് തന്നെ തിരിയാൻ, യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളു കണ്ടെത്താൻ. ഒന്ന്,
സഹോദരങ്ങളെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നു. ഇവിടെ മാർപ്പാപ്പ അവസാനമായി പറയുകയാണ്, ജനങ്ങൾക്കിടയിലുള്ള അതിരുകളെയും തുറക്കുന്നു. പന്തക്കുസ്തായിൽ അപ്പസ്തോലന്മാർ അവിടെ കൂടിയിരുന്നവരുടെ ഭാഷകളിലാണ് സംസാരിച്ചത് എന്ന് നാം കേട്ടല്ലോ. പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന ഐക്യത്തിലാണ് ബാബേലിൻ്റെ ആശയക്കുഴപ്പം പരിഹരിക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവാണ് ഐക്യത്തിലേക്ക് നയിക്കുന്നത്. ദൈവത്തിൻ്റെ ശ്വാസം നമ്മുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുകയും മറ്റുള്ളവരെ സഹോദരീ സഹോദരന്മാരായി കാണാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ശ്വാസം, റൂഹ. അതുകൊണ്ടാണ് പരിശുദ്ധ റൂഹ, പരിശുദ്ധാത്മാവ്. നമുക്ക് ഈ പദങ്ങളെല്ലാം മനോഹരമാണ്. കാണാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുമ്പോൾ വൈവിധ്യങ്ങൾ വിഭജനത്തിനും സംഘർഷത്തിനുമുള്ള ഒരവസരമായിരിക്കുകയില്ല. വൈവിധ്യം അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സത്യമാണ്. അതിനെ അംഗീകരിക്കാൻ കഴിയുമ്പോഴാണ് സമൂഹ ജീവിതമൊക്കെ സുന്ദരമാകുന്നത്, സമാധാനപൂർണ്ണമാകുന്നത്. മറിച്ച് നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പൈതൃകത്തിൻ്റെ ഓഹരിയായി അത് മാറും. വൈവിധ്യം അതൊരു ഓഹരിയാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മെയെല്ലാം സാഹോദര്യത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആത്മാവിലൂടെ നടക്കുന്ന ഈ കാര്യം അതിരുകൾ ഭേദിക്കുന്നതാണ്, അതിരുകൾ തുറക്കുന്നതാണ്, അടച്ചു വച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് തുറക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് തടസ്സങ്ങൾ ഭേദിക്കുകയും നിസ്സംഗതയുടെയും വിദ്വേഷത്തിൻ്റെയും മതിലുകളെ തകർക്കുകയും ചെയ്യുന്നു. നമ്മെ എല്ലാം പഠിപ്പിക്കുന്നതും ഈശോയുടെ വാക്കുകളെ ഓർമ്മപ്പെടുത്തുന്നതും ആണ്. അവനിലാണ് നമ്മെ എല്ലാം പഠിപ്പിക്കുക. അവനാണ് എല്ലാം പഠിപ്പിക്കുക. ഈശോ പറഞ്ഞില്ലേ, ഈശോ പറഞ്ഞ വചനമാണത്. യോഹന്നാൻ്റെ 14-ാം അധ്യായം 26. അവൻ വരുമ്പോൾ എല്ലാം നിങ്ങളെ പഠിപ്പിക്കും. അവനിലാണത് സംഭവിക്കുന്നത്. ഈശോയുടെ വാക്കുകളെ ഓർമ്മപ്പെടുത്തും അവൻ. അതും അവിടെയാണ് നടക്കുന്നത്. അവൻ നമ്മെ പഠിപ്പിക്കുകയും നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, എല്ലാറ്റിൻ്റെയും കേന്ദ്രവും ഉച്ചകോടിയുമായ കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ കൽപ്പന നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതുകയും ചെയ്യുന്നു. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പഠിപ്പിക്കുക മാത്രമല്ല, സ്നേഹത്തിൻ്റെ കൽപ്പന നമ്മുടെ ഹൃദയങ്ങളിൽ മുദ്രിതമാക്കുന്നു. സ്നേഹമുള്ളിടത്ത് മുൻവിധികൾക്കും നമ്മുടെ അയൽക്കാരിൽ നിന്നും നമ്മെ വേർതിരിക്കുന്ന മതിലുകൾക്കും ഇപ്പോൾ ഉയർന്നു വരുന്ന രാഷ്ട്ര ദേശീയതകളിലെ ദുഃഖകരമായ ഒഴിവാക്കൽ മനോഭാവത്തിനും പിന്നെ സ്ഥാനമില്ല. അതുകൊണ്ടാണ് സമൂഹത്തിലേക്ക്, പൊതുസമൂഹത്തെ പറ്റിയാണ് മാർപ്പാപ്പ ഇവിടെ ചിന്തിക്കുന്നത്. പന്തക്കുസ്ത തിരുനാളിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ നിരീക്ഷിച്ചത്. തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിലേക്ക് ലയോ പാപ്പ കടന്നു പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വലിയൊരു വേർതിരിവ് ഉണ്ട്. നാം എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്, എന്നിട്ടും പരസ്പരം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. നിസ്സംഗതയാൽ തളർന്നിരിക്കുന്നു, ഏകാന്തതയാൽ വലയുന്നു. മാർപ്പാപ്പ 2023 മെയ് 28 നടത്തിയ ഒരു പ്രസംഗത്തിലാണിത് പറഞ്ഞത്. അത് പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള വാക്കുകൾ തന്നെയാണ് എന്നതും നമ്മൾ ഓർക്കണം. ഇന്നത്തെ ലോകത്തെ ഒന്ന് വിലയിരുത്തുന്ന വാക്കുകളാണല്ലോ അത്. അവിടെയാണ് മാറ്റമുണ്ടാകേണ്ടത്. നമ്മുടെ ലോകത്തെ ബാധിച്ചിരിക്കുന്ന യുദ്ധങ്ങൾ ഇതിൻ്റെ ദാരുണമായ അടയാളമാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മാവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. അതുകൊണ്ട് അങ്ങനെ അവൻ അതിർത്തികൾ തുറക്കുകയും മതിലുകൾ തകർക്കുകയും വിദ്വേഷം ഇല്ലാതാക്കുകയും സ്വർഗസ്ഥനായ നമ്മുടെ ഏകപിതാവിൻ്റെ മക്കളായി ജീവിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യട്ടെ. ഇതാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവാണ്, ആത്മാവിലുള്ള ജീവിതമാണ്. ഇതാണ് ശക്തമായി നാം പ്രഘോഷിക്കേണ്ടത്. സഹോദരീ സഹോദരന്മാരെ, സഭയും ലോകത്തെയും പന്തക്കുസ്ത നവീകരിക്കുന്നു. സഭയും ലോകത്തെയും പരിശുദ്ധാത്മാവിൻ്റെ കൊടുങ്കാറ്റ് നമ്മുടെ മേലും നമ്മുടെ ഉള്ളിലും വരട്ടെ. അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. വെറും കാറ്റല്ല, കൊടുങ്കാറ്റ് അത്ര ശക്തമായി വരണം. നമ്മുടെ ഹൃദയങ്ങളുടെ അതിരുകൾ തുറക്കപ്പെടട്ടെ.
ദൈവവുമായി കണ്ടുമുട്ടുന്നതിനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ സ്നേഹത്തിൻ്റെ ചക്രവാളങ്ങൾ വിശാലമാകട്ടെ. സമാധാനം വാഴുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ നിലനിൽക്കട്ടെ. മാർപ്പാപ്പ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ പ്രത്യാശയോടെ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. പരിശുദ്ധ മറിയമേ, പന്തക്കുസ്തായുടെ സ്ത്രീയെ, മാതാവിനെ വിളിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ആ മധ്യസ്ഥതയിലാണ് നടന്നത് എന്നത് നമ്മളെപ്പോഴും ഓർക്കണം. പരിശുദ്ധാത്മാവിനാൽ സന്ദർശിക്കപ്പെട്ട കന്യകയെ, കൃപ നിറഞ്ഞ അമ്മേ, ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യണമേ. ഇതായിരുന്നു പ്രാർത്ഥന. ഇതിനുശേഷം മാർപ്പാപ്പ സ്വർലോകരാജ്ഞി എന്ന പ്രാർത്ഥന ചൊല്ലി, നമുക്കറിയാം പന്തക്കുസ്തായുടെ ദിവസത്തിൽ ഈ ആഘോഷം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും മാധ്യമങ്ങളിലൂടെ ഇത് പിന്തുടരുന്നവരെയും മാർപ്പാപ്പ സ്നേഹപൂർവം അഭിവാദനം ചെയ്തു. സന്നിഹിതരായ കർദിനാൾമാർക്കും മെത്രാന്മാർക്കും സഭാസ്ഥാപനങ്ങളുടെ എല്ലാ പ്രതിനിധികൾക്കും സംഘടനകൾക്കും പുതിയ സമൂഹങ്ങൾക്കും എല്ലാം നന്ദി പറഞ്ഞു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ജൂബിലിയാൽ നവീകരിക്കപ്പെട്ടവരായി യാത്ര ആരംഭിക്കുകയും നിങ്ങൾ പോയി കർത്താവായ ഈശോയുടെ പ്രത്യാശ എല്ലാവർക്കും എത്തിക്കുകയും ചെയ്യുവിൻ. ഇതാണ് മാർപ്പാപ്പ നൽകിയ സന്ദേശം. നമുക്ക് ഈ സന്ദേശം ഗൗരവപൂർവ്വം സ്വീകരിക്കാം. പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടെത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം, ഉദ്ധിതനായ ഈശോയ്ക്ക് മഹത്വം, നമ്മയെല്ലാം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവിന് മഹത്വം.